നമസ്കാരം, ഞാൻ പോളച്ചമ്മണിയങ്കോട്ട് കുമ്പളം. നടൻ ശ്രീനിവാസനെ ചെറുപ്പത്തിലെ സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹം, മോഹം. തന്റെ സൗന്ദര്യമില്ലായ്മ ശ്രീനിവാസന് ഒരു വിഷയമായിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ശ്രീനിവാസൻ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കത്തയച്ചു, അപേക്ഷയച്ചു. ആ അപേക്ഷയിൽ ശ്രീനിവാസൻ തന്റെ ഫോട്ടോയും ഒട്ടിച്ചിരുന്നു. അപേക്ഷ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേധാവിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴ് മേധാവി മറുപടി കത്ത് ശ്രീനിവാസൻ അയച്ചു. ഈ അപേക്ഷയിൽ കാണുന്ന ഫോട്ടോ ഉള്ള ആൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കുന്നതല്ല എന്നായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേധാവിയുടെ മറുപടി കത്ത്. മറുപടി കത്ത് ശ്രീനിവാസന് കിട്ടിക്കഴിഞ്ഞപ്പോഴ് ശ്രീനിവാസൻ വീണ്ടും ഒരു കത്തയച്ചു. സിനിമാ നടൻ പ്രേം നസീർ നല്ല സുന്ദരനാണ്. സിനിമാ നടൻ പ്രേം നസീർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേലക്കാരനും സുന്ദരനായിരിക്കണമെന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിചാരിക്കുന്നത് തെറ്റാണ്. ഇതായിരുന്നു ശ്രീനിവാസൻ രണ്ടാമതയച്ച കത്തിന്റെ ഉള്ളടക്കം. ഈ കത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേധാവിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേധാവി മറ്റൊരു കത്ത് ശ്രീനിവാസൻ അയച്ചു. എത്രയും പെട്ടെന്ന് ശ്രീനിവാസനോട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാനും സിനിമാഭിനയം പഠിക്കാനുമായിരുന്നു രണ്ടാമത്തെ കത്തിന്റെ ഉള്ളടക്കം. എവിടെ, എങ്ങനെ, എന്തു ചോദിക്കണമെന്ന് അറിഞ്ഞിരുന്നാൽ വിജയിക്കാൻ എളുപ്പമാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.